ജീവിതത്തിൻ്റെ സൗന്ദര്യം. സ്റ്റോറി ആൻഡ് നരേഷൻ റസാഖ് വഴിയോരം. ഗൾഫിൽ നിന്നും നാട്ടിലേക്കുള്ള ഒരു വിമാനയാത്രയിലാണ് തൊട്ടടുത്ത സീറ്റിലിരിക്കുകയായിരുന്ന ആ ചെറുപ്പക്കാരനെ ഞാൻ ശ്രദ്ധിച്ചത്. വല്ലാത്തൊരു ഭയം അവൻ്റെ മുഖത്ത് നിഴലിക്കുന്നത് ഞാൻ കണ്ടു. വിമാനം പറന്നുയരാൻ തുടങ്ങിയപ്പോൾ അവൻ കണ്ണുകളടച്ച് എന്തോ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആകാശത്ത് പഞ്ഞിക്കെട്ടുകൾ പോലെ ഒഴുകി നടക്കുന്ന വെള്ളമേഘങ്ങൾക്കിടയിലൂടെ വിമാനം പറന്നുകൊണ്ടിരുന്നു. അതിനിടയിൽ ഞങ്ങൾ പരസ്പരം പരിചയപ്പെട്ടു. ജാഫർ എന്നായിരുന്നു അവൻ്റെ പേര്. +2 വരെ പഠിച്ചിട്ടുണ്ടെങ്കിലും പ്രത്യേകിച്ചൊരു ജോലിയും അറിയില്ല. പ്രതീക്ഷയോടെയായിരുന്നു അവൻ ഗൾഫിലെത്തിയത്. പല സ്ഥലങ്ങളിലും ജോലി അന്വേഷിച്ചു. ഒരു ജോലിയും ശരിയാവാതെ അവൻ നാട്ടിലേക്ക് മടങ്ങുകയാണ്. ഗൾഫിലേക്ക് വരുന്നതിന് മുമ്പ് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാമായിരുന്നില്ലേ എന്ന് ഞാൻ അവനോട് ചോദിച്ചപ്പോൾ അല്പനേരം അവനൊന്നും മിണ്ടിയില്ല. പിന്നെ ഓരോന്നോരോന്നായി അവൻ എന്നോട് പറയാൻ തുടങ്ങി. ഉപ്പ ഗൾഫിലായിരുന്നതിനാൽ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഉമ്മയായിരുന്നു നോക്കിയിരുന്നത്. ഉമ്മയുടെ അമിത നിയന്ത്രണത്തിലായിരുന്നു അവൻ്റെ കുട്ടിക്കാലം. മഴ കൊള്ളാൻ പാടില്ല, വെയിൽ കൊള്ളാൻ പാടില്ല, പുറത്തുപോയി കളിക്കാൻ വിടില്ല. മകന് എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന പേടിയായിരുന്നു ഉമ്മയ്ക്കെപ്പോഴും. അടുത്ത വീട്ടിലെ കൂട്ടുകാരോടൊപ്പം ഗ്രൗണ്ടിൽ പോയി കളിക്കാൻ സമ്മതം ചോദിച്ചാൽ മുമ്പ് ഏതോ കുട്ടികൾ കളിക്കുന്നതിനിടയിൽ വീണ് എല്ലുപൊട്ടിയ കഥ ഉമ്മ ഓർമ്മിപ്പിക്കാൻ തുടങ്ങും. കുട്ടികളോടൊപ്പം കുളത്തിൽ പോയി കുളിക്കാൻ സമ്മതം ചോദിച്ചാൽ കുളത്തിൽ മുങ്ങി മരിച്ച ഏതോ ഒരു കുട്ടിയുടെ കഥയായിരിക്കും ഉമ്മക്ക് പറയാനുണ്ടാവുക. അങ്ങനെ ഒന്നും ചെയ്യാനോ ഒരിടത്തേക്കും പോകാനോ അനുവാദമില്ലാതെ ഉമ്മയുടെ കൺവട്ടത്ത് തന്നെ അവൻ വളർന്നു. അടുത്തുള്ള കടയിൽ പോയി സ്വന്തമായി എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കാനോ വീട്ടിലെ ചെറിയ ജോലികൾ ചെയ്ത് ശീലിക്കാനോ ഉമ്മ അവനെ അനുവദിച്ചില്ല. അതൊന്നും അവൻ ചെയ്താൽ ശരിയാവില്ലെന്നായിരുന്നു ഉമ്മ എപ്പോഴും പറയാറുണ്ടായിരുന്നത്. അവരവരുടെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ മക്കളെ പരിശീലിപ്പിക്കണമെന്നും നമ്മളെന്നും അവരുടെ കൂടെ ഉണ്ടാവുകയില്ലെന്നും ഉപ്പ പലപ്പോഴും പറയുമായിരുന്നെങ്കിലും ഉമ്മ അതൊന്നും കാര്യമാക്കിയിരുന്നില്ല. അവൻ +2 കഴിഞ്ഞു. ഇതിനിടയിൽ അവൻ്റെ കൂട്ടുകാരിൽ പലരും ബൈക്കും കാറും ഒക്കെ ഓടിക്കാൻ പരിശീലിച്ചിരുന്നെങ്കിലും അവന് സ്വന്തമായി സൈക്കിൾ ഓടിക്കാൻ പോലും അറിയുമായിരുന്നില്ല. ഡ്രൈവിംഗ് പഠിച്ച് ലൈസൻസ് എടുക്കാൻ അവൻ അതിയായി ആഗ്രഹിച്ചിരുന്നെങ്കിലും അക്കാര്യം വീട്ടിൽ പറഞ്ഞപ്പോഴും ഉമ്മ അവനെ നിരുത്സാഹപ്പെടുത്തി. റോഡിലൂടെ ചീറിപ്പായുന്ന വാഹനങ്ങൾക്കിടയിൽ വണ്ടി ഓടിച്ചാൽ നിനക്കെന്തെങ്കിലും ആക്സിഡന്റ് പറ്റുമെന്ന് പറഞ്ഞ് ഉമ്മ അവനെ പേടിപ്പിച്ചു. ഡിഗ്രി പഠനത്തിനായി അവൻ്റെ കൂട്ടുകാരിൽ പലരും മറ്റു സംസ്ഥാനങ്ങളിലെ പ്രശസ്തമായ സർവകലാശാലകളിലേക്ക് പോകാൻ ഒരുങ്ങിയപ്പോൾ അവരുടെ കൂടെ പുറത്തുപോയി പഠിക്കാൻ അവനും അതിയായി ആഗ്രഹിച്ചു. ഉപ്പ അതിന് സമ്മതം കൊടുത്തെങ്കിലും ഉമ്മ അവനോട് ഇങ്ങനെ പറഞ്ഞു: പരിചയമില്ലാത്ത നാട്ടിലൊന്നും പോയി പഠിക്കേണ്ട. അവിടുത്തെ കാലാവസ്ഥയും ഭക്ഷണവും ഒന്നും നിനക്ക് പിടിക്കില്ല. നിനക്കെന്തെങ്കിലും അസുഖം വരും. എന്ത് ചെയ്യുമ്പോഴും എങ്ങോട്ട് പോകുമ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഉമ്മ അവനെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരു പേടിയും ധൈര്യക്കുറവുമൊക്കെ ക്രമേണ ജാഫറിനെയും പിടികൂടി. മാസങ്ങളും വർഷങ്ങളും അതിവേഗം കടന്നുപോയി. മകന്റെ കൂട്ടുകാരിൽ പലരും മറ്റു സംസ്ഥാനങ്ങളിലെ യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഡിഗ്രിയും PGയും കഴിഞ്ഞ് സുഖമായി നാട്ടിൽ തിരിച്ചെത്തി. അവൾ പേടിച്ച പോലെ അവർക്കൊന്നും ഒരപകടവും പറ്റിയില്ല. അവരിൽ പലരും ഉയർന്ന ജോലികളിൽ പ്രവേശിച്ചു. പലരുടെയും വിവാഹങ്ങളും ആഘോഷങ്ങളും നടന്നു. അപ്പോഴും പഠനം തുടരാനോ ഒരു ജോലി കണ്ടെത്താനോ കഴിയാതെ ജാഫർ ചെറിയൊരു ലോകത്തങ്ങനെ ഒതുങ്ങിക്കൂടുകയായിരുന്നു. അതിനിടയിലാണ് ഗൾഫിലുള്ള ഉപ്പ അവനൊരു വിസിറ്റിംഗ് വിസ അയച്ചു കൊടുക്കുന്നത്. പ്രതീക്ഷയോടെയായിരുന്നു അവൻ ഗൾഫിലെത്തിയത്. പല സ്ഥലങ്ങളിലും ജോലി അന്വേഷിച്ചു. 1-2 ഇടത്ത് ചെറിയ ജോലികൾ ശരിപ്പെട്ടെങ്കിലും ആ ജോലികൾ ചെയ്യാൻ അവന് ഒട്ടും ആത്മവിശ്വാസമുണ്ടായിരുന്നില്ല. അവസാനം എല്ലാ ശ്രമവും ഉപേക്ഷിച്ച് അവൻ നാട്ടിലേക്ക് മടങ്ങുകയാണ്. വിമാനത്തിൻ്റെ ചെറിയ വിൻഡോ ഗ്ലാസ്സിലൂടെ ശൂന്യമായ ആകാശവും നോക്കി അവനെന്തോ ആലോചനയിലാണ്. അവനെ ചിന്തയിൽ നിന്നുണർത്തിക്കൊണ്ട് ഞാൻ ചോദിച്ചു: വിമാനത്തിൽ കയറിയപ്പോൾ ജാഫർ എന്തായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്? ഒരു ചെറുചിരിയോടെ അവൻ എന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു: വിമാനയാത്ര എനിക്ക് പേടിയാണ്. വല്ലതും സംഭവിക്കുമോ എന്നെനിക്ക് പേടി തോന്നിയതുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അവനെ ആശ്വസിപ്പിക്കാനെന്ന പോലെ ഞാൻ പറഞ്ഞു: എന്ത് സംഭവിക്കാൻ? ഒന്നും സംഭവിക്കില്ല. ഈ നിമിഷം വരെ നമുക്കൊന്നും സംഭവിച്ചില്ലല്ലോ. അടുത്ത നിമിഷവും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കണം. സംഭവിക്കാനിടയില്ലാത്ത കാര്യങ്ങളെപ്പറ്റി ആലോചിച്ച് ഈ നിമിഷത്തിൻ്റെ സന്തോഷം കളയരുത്. ഓരോ ദിവസവും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും ആയിരക്കണക്കിന് വിമാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുന്നുണ്ട്. 10,000-കണക്കിന് വാഹനങ്ങൾ നിരത്തിലൂടെ ഓടുന്നുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ ഒരാപത്തും സംഭവിക്കാതെ ലക്ഷ്യങ്ങളിലെത്തുന്നുണ്ട്. ഒരിടത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ സുഖമായി ലക്ഷ്യത്തിലെത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്, അല്ലാതെ ഒരിക്കലും സംഭവിക്കാനിടയില്ലാത്ത കാര്യങ്ങളല്ല. അവൻ്റെ മുഖത്ത് സമാധാനത്തിൻ്റെ നുറുങ്ങു വെളിച്ചം തെളിയുന്നത് കണ്ടപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു: ഏത് നിമിഷവും വീണുടഞ്ഞു പോകാവുന്ന ചില്ലുപാത്രമാണ് ഓരോ മനുഷ്യ ജീവിതവുമെന്ന് എല്ലാവർക്കും അറിയാം.
എന്നിട്ടും അടുത്ത ദിവസവും അടുത്ത മാസവും അടുത്ത വർഷവും ഒക്കെ ചെയ്യാനുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ട് മനുഷ്യർ പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുന്നത് കാണാറില്ലേ? നാളെ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും അറിയില്ലെങ്കിലും എല്ലാം നല്ലതായി ഭവിക്കുമെന്ന വിശ്വാസത്തിൽ അങ്ങനെ ജീവിക്കണം. അതാണ് ജീവിതത്തിന്റെ സൗന്ദര്യം. വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തു. യാത്രക്കാർ സന്തോഷത്തോടെ പുറത്തിറങ്ങി. ജാഫറിനെ കാത്ത് അവൻ്റെ വീട്ടുകാർ പുറത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഒരിക്കൽ കൂടി യാത്ര പറയാനായി അവൻ എൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ അവനോട് പറഞ്ഞു, വൈകാതെ എന്തെങ്കിലും ഒരു തൊഴിൽ പഠിക്കണം. നീ മിടുക്കനാണ്. നിന്റെ പേടി മാറ്റണം. ഒന്നും സംഭവിക്കില്ല. എല്ലാം ഭംഗിയായി നടക്കും. അവൻ ഹൃദ്യമായി ചിരിച്ചുകൊണ്ട് എന്നോട് യാത്ര പറഞ്ഞു. വർഷങ്ങൾ പലതും കടന്നുപോയി. ഒരിക്കൽ ഒരു ട്രെയിൻ യാത്രക്കിടയിൽ യാദൃശ്ചികമായി ഞാൻ അവനെ വീണ്ടും കണ്ടുമുട്ടി. ഇംഗ്ലീഷും മലയാളവും കൂട്ടിക്കലർത്തി നല്ല കോൺഫിഡൻസോടെ അവൻ എന്നോട് സംസാരിക്കാൻ തുടങ്ങി. അവൻ പറഞ്ഞു, അന്ന് ഗൾഫിൽ നിന്ന് മടങ്ങുമ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തു. ഒരു ജോലി കണ്ടെത്താൻ എന്തെങ്കിലും പഠിക്കണം. അങ്ങനെ എനിക്ക് താല്പര്യമുണ്ടായിരുന്ന ഫുഡ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി കോഴ്സിന് ഞാൻ ചേർന്ന് പഠിച്ചു. കോഴ്സ് കഴിഞ്ഞ് പല സ്ഥലങ്ങളിലും പ്രാക്ടീസ് ചെയ്തു. പിന്നീട് ഒരു കപ്പലിൽ എനിക്കൊരു ജോലി കിട്ടി. അതോടെ പല നാടുകളിലേക്കും സഞ്ചരിച്ചു. പല നാട്ടുകാരോടൊപ്പവും ജോലി ചെയ്തു. അങ്ങനെ ലോകത്തെയും ജീവിതത്തെയും കുറിച്ച് എനിക്കുണ്ടായിരുന്ന സങ്കല്പങ്ങളെല്ലാം ഞാൻ തിരുത്തി. ഷിപ്പിൽ നിന്നിറങ്ങുമ്പോൾ കുറച്ച് മാസങ്ങൾ ലീവ് കിട്ടും. പിന്നെ പല സ്ഥലങ്ങളിലും ചുറ്റിക്കറങ്ങുന്നത് എൻ്റെ ഒരു ശീലമാണ്. അങ്ങനെയുള്ള ഒരു യാത്രയിലാണ് ഞാനിപ്പോൾ. ഏതായാലും ഒരിക്കൽ കൂടി നിങ്ങളെ കാണാൻ ഭാഗ്യമുണ്ടായി. ഞാൻ ചോദിച്ചു, കുടുംബമൊക്കെ? അവൻ പറഞ്ഞു, എനിക്ക് ജോലി ശരിയായപ്പോൾ ഉപ്പ തിരിച്ചെത്തി നാട്ടിൽ തന്നെ ബിസിനസ് തുടങ്ങി. അതിനിടയിൽ ഉമ്മ മരണപ്പെട്ടു. പിന്നെ എൻ്റെ വിവാഹം കഴിഞ്ഞു. ഭാര്യ ഒരു ഗ്രാഫിക് ഡിസൈനറാണ്. അവൻ്റെ മുഖത്തെ സംതൃപ്തിയും സന്തോഷവും ഞാൻ കൗതുകത്തോടെ നോക്കി നിന്നു. പിന്നെ ചിരിച്ചുകൊണ്ട് ഒരു തമാശയെന്ന പോലെ ഞാൻ അവനോട് ചോദിച്ചു, ജാഫറിന് കടലിൽ യാത്ര ചെയ്യുമ്പോൾ കപ്പൽ മുങ്ങിപ്പോകുമെന്ന് പേടി തോന്നാറില്ലേ? അവൻ ഉറക്കെ ചിരിച്ചു. വീണ്ടും വീണ്ടും ചിരിച്ചു. അവൻ പറഞ്ഞു, ആ പേടിയൊക്കെ ഞാൻ കടലിൽ എറിഞ്ഞു. ഒരിക്കലും സംഭവിക്കാനിടയില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് ഞാനിപ്പോൾ ടെൻഷൻ അടിച്ച് ജീവിക്കാറില്ല. ദൈവം ഈ ലോകം ഇങ്ങനെ മനോഹരമായി ഒരുക്കി വെച്ചിരിക്കുന്നത് നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാനല്ലേ? ആ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തണം. നിങ്ങൾ പറഞ്ഞിരുന്ന പോലെ എല്ലാം നല്ലതായി ഭവിക്കുമെന്ന വിശ്വാസത്തിൽ അങ്ങനെ ജീവിക്കുമ്പോൾ വല്ലാത്തൊരു ധൈര്യവും സന്തോഷവുമാണ്. അനന്തമായി നീണ്ടുകിടക്കുന്ന 2 നേർരേഖയിലൂടെ ട്രെയിൻ അതിവേഗം മുന്നോട്ട് കുതിച്ചു. ജീവിതം ആഴത്തിൽ അനുഭവിച്ചറിഞ്ഞ ഒരു ഗുരുവിൻ്റെ മുമ്പിലെന്ന പോലെ ഞാൻ അവനെ തന്നെ നോക്കിയിരുന്നു.